നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് കേന്ദ്രമായി അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഒളവണ്ണ മാവത്തുംപടിയിൽ നവീകരിച്ച VS അച്യുതാനന്ദൻ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് സ്പോർട്സ് സർക്യൂട്ട് നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും അതിവേഗം കളിസ്ഥലങ്ങൾ നിർമ്മിക്കും. പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ 160 കളിസ്ഥലങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു. നിലവിലെ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലും കളിസ്ഥലം നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ മാവത്തുംപടിയിലാണ് VS അച്യുതാനന്ദൻ മിനി സ്റ്റേഡിയം. കായിക വകുപ്പ് അനുവദിച്ച 50 ലക്ഷം രൂപയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപ ചെലവിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഗാലറി പുനരുദ്ധാരണം, ശുചിമുറികൾ, ഗേറ്റ്, വിവിധ ഗെയിംസിനുള്ള ഉപകരണങ്ങൾ, ഫെൻസിംഗ് സൗകര്യം തുടങ്ങിയവ ഉൾപ്പെടുത്തി. ചടങ്ങിൽ അഡ്വക്കേറ്റ് PTA റഹീം MLA അധ്യക്ഷനായി. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N ജയപ്രശാന്ത്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, രവി പറശ്ശേരി, റംല പുത്തലത്ത്, M സിന്ധു, P മിനി, P ബാബുരാജൻ, P ഷിഗില, M ഷെരീഫ എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് മാസം 2 പാലങ്ങൾ കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടെ 4.25 വർഷത്തിനിടെ സംസ്ഥാനത്ത് 150 പാലങ്ങൾ പൂർത്തിയാവുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തിരുവമ്പാടി മണ്ഡലത്തിലെ കോടഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പുകടവ് പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നാടിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന പാലങ്ങളുടെ സ്ഥിതി പരിശോധിക്കാൻ സർക്കാർ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുകയും 5 വർഷത്തിൽ 100 പാലങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പരിശോധനകളും പ്രവർത്തനങ്ങളും നടക്കുകയുണ്ടായി. ഇതാണ് 150 പാലങ്ങൾ എന്ന നേട്ടത്തിലേക്ക് വഴിയൊരുക്കിയതെന്നും മന്ത്രി പറഞ്ഞു. കൊയിലാണ്ടിയിലെ പണി നടന്നുകൊണ്ടിരിക്കെ തൊറായിക്കടവ് പാലം തകർന്നതിന്റെ റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് നടപടികൾ സ്വീകരിക്കും. തുരങ്കപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കോടഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പുകടവിലെ ചാലിപ്പുഴയ്ക്ക് കുറുകെ 2 അങ്ങാടികളെ ബന്ധിപ്പിക്കുന്ന പാലം 7.85 കോടി രൂപ ചെലവിട്ടാണ് പൂർത്തീകരിച്ചത്. 55 മീറ്റർ നീളത്തിലും 7.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചത്. 2 വശങ്ങളിലായി 1.5 മീറ്റർ നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട്. നൂറാംതോട് ഭാഗത്തേക്ക് 142 മീറ്ററും കോടഞ്ചേരി ഭാഗത്തേക്ക് 84 മീറ്ററും നീളത്തിൽ BM ആൻഡ് BC നിലവാരത്തിൽ അപ്രോച്ച് റോഡും ഇതിൽ ഉൾപ്പെടുന്നു. പരിപാടിയിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA ജോർജ് M തോമസ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ജമീല അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിമുക്ത കേരളത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പോരാടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തീരദേശ മേഖലയിലെ യുവതി യുവാക്കൾക്കുള്ള സൗജന്യ PSC പരിശീലന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിലുള്ള കേരളത്തിലെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലന പദ്ധതികൾ മാതൃകാപരമാണ്. വിമുക്തി മിഷന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൗജന്യ PSC പരിശീലന പദ്ധതികൾ എല്ലാ ജില്ലകളിലും അതിവേഗത്തിൽ നടപ്പാക്കാൻ സാധിക്കട്ടെയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് തീരദേശ മേഖലയിലെ യുവതയ്ക്കായി സൗജന്യ PSC പരിശീലന പദ്ധതി ആരംഭിച്ചത്. വിവിധ വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 50 യുവതി യുവാക്കൾക്കാണ് 26 ആഴ്ച നീളുന്ന സൗജന്യ PSC പരിശീലനം. വെള്ളയിൽ ഫിഷറീസ് വകുപ്പിന്റെ ഓഫീസിൽ എല്ലാ ഞായറാഴ്ചയുമാണ് പരിശീലനം നടക്കുക. കുറ്റിച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായി. K മൊയ്തീൻ കോയ, M സുഗുണൻ, BK സുധീർ കിഷൻ, ഡോക്ടർ T അബ്ദുൾ നാസർ, TM ശ്രീനിവാസൻ, ബൈജു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി നടപ്പാക്കുന്ന ധനസഹായ പദ്ധതികൾ വേണ്ട രീതിയിൽ ജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കൊടുവള്ളി നഗരസഭയിലെ വല്ലിപ്പറമ്പത്ത് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 1.043 കോടി രൂപ ചെലവിട്ടുള്ള വല്ലിപ്പറമ്പത്ത് കുടിവെള്ള പദ്ധതിയിലൂടെ 114 കുടുംബങ്ങൾക്കാണ് വെള്ളം ലഭ്യമാകുക. പദ്ധതിക്കായി 25 കിലോ ലിറ്റർ ഓവർഹെഡ് ടാങ്ക്, 5 മീറ്റർ വ്യാസമുള്ള കിണർ, പമ്പിംഗ് മെയിൻ, 2695 മീറ്റർ വിതരണ പൈപ്പ് ലൈൻ, 15 HP പമ്പ് സെറ്റ് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കൊടുവള്ളി നഗരസഭ ചെയർമാൻ വെള്ളറ അബ്ദു അധ്യക്ഷത വഹിച്ചു. PTA റഹീം MLA മുഖ്യാതിഥിയായി. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ GL വിഷ്ണു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വായോളി മുഹമ്മദ് മാസ്റ്റർ, BC നൂർജഹാൻ, TK ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. പേരാമ്പ്ര ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ 2 ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കും. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ ബിടെക്കും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ITI NACയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 19 രാവിലെ 11 കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ 9400127797. ബേപ്പൂർ തുറമുഖ ഓഫീസ് വളപ്പിലെ മുറിച്ചുമാറ്റിയ പ്ലാവ് പുനർലേലത്തിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ഓഗസ്റ്റ് 24 ഉച്ചയ്ക്ക് 12 വരെ ബേപ്പൂർ പോർട്ട് ഓഫീസിൽ സ്വീകരിക്കും. ഉച്ചയ്ക്ക് 2 ഓഫീസിൽ ലേലം നടക്കും. ഫോൺ 049524144863. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് സ്കാറ്റേർഡ് വിഭാഗം പെൻഷൻ 2024 ഡിസംബർ 31 വരെ അനുവദിച്ച ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് 24 അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ജില്ലാ കമ്മിറ്റി ചെയർമാൻ അറിയിച്ചു. ഫോൺ 9946001747 0495236630. കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പഴയ കെട്ടിടത്തിനും പോലീസ് മ്യൂസിയം കെട്ടിടത്തിനും ഇടയിൽ അപകടാവസ്ഥയിലുള്ള ബദാം ചരൽക്കൊന്ന മരങ്ങൾ ഓഗസ്റ്റ് 25 രാവിലെ 11 കോഴിക്കോട് സിറ്റി ട്രാഫിക് സ്റ്റേഷൻ പരിസരത്ത് പരസ്യമായി പുനർലേലം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.